ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. എളനാട് തെണ്ടൻകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിയാദരമായി. എളനാട് തെണ്ടൻകാവിൽ ശ്രീ ഭഗവതിയുടെ പിറന്നാളായ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് സാന്നിധ്യമേകിയത്. ക്ഷേത്രം തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരി പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം തുടങ്ങി വിവിധ വഴിപാടുകൾ, ഉഷപൂജ ചടങ്ങുകളും നടന്നു. കൂടാതെ ഉപദേവന്മാർക്കും ബ്രഹ്മരക്ഷസിനും ശ്രീകൃഷ്ണ ഭഗവാനും നാഗങ്ങൾക്കും പ്രത്യേക പൂജകളും നടത്തി. തുടർന്ന് നവകപൂജ, പഞ്ചഗവ്യം, നവകം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഉച്ചപൂജ നടന്നു. മഹാ അന്നദാനവും സംഘടിപ്പിച്ചിരുന്നു. വൈകിട്ട് വടക്കുംവാതിൽ, ഗുരുതി, ചുറ്റുവിളക്ക് എന്നിവയോടുകൂടിയാണ് തെണ്ടൻകാവിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവ പരിപാടികൾക്ക് സമാപനമായത്. തെണ്ടൻകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്ര ക്ഷേമസമിതിയായിരുന്നു ചടങ്ങുകളുടെ സംഘാടകർ. ക്ഷേത്രത്തിലെ മാതൃമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇന്ദിരാദേവി ടീച്ചർ എളനാട് തെണ്ടൻകാവിൽ നടത്തിയ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകളെക്കുറിച്ച് സംസാരിക്കുന്നു. എളനാട് ദേശത്തിലെ തട്ടകത്തമ്മയാണ് ശ്രീ തെണ്ടൻകാവിൽ ഭഗവതി. ദേവിയെ ഏറ്റവും ആദ്യകാലത്ത് പ്രതിഷ്ഠിച്ച ദിനമാണ് ദേവിയുടെ പിറന്നാളായിട്ട് ധനുമാസത്തിലെ തിരുവോണം നാള് ആഘോഷിക്കുന്നത്. വളരെ പൂർവികരായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഭഗവതിയാണ്. ഇന്നും ആ ധനുമാസത്തിലെ തിരുവോണം നാൾ ഭഗവതിയുടെ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നു. വളരെ വിശേഷമായി ആഘോഷം കൊണ്ടാടുന്നുണ്ട്. തട്ടകത്തിലെ ജനങ്ങൾക്കെല്ലാം വളരെ ഒരു ആഘോഷം തന്നെയാണ് ഈ ദിനം. ഈ സുദിനത്തിലെ ഒരുവിധം എളനാട്ട് തട്ടകത്തിലുള്ള എല്ലാവരും ഗംഭീരമായി നടത്തുന്ന സദ്യയിൽ പങ്കെടുക്കുന്നു. സദ്യയും വേണ്ട വിധത്തിൽ നടത്താറുണ്ട്. അതിനായിട്ട് ഇവിടെ ഒരു കമ്മിറ്റിയുമുണ്ട്, മാതൃമണ്ഡലം പ്രവർത്തിക്കുന്നുണ്ട്. ഈ രണ്ടുപേരും കൂട്ടമായി സമൂഹമായിട്ട് പ്രവർത്തിച്ച് വേണ്ട വിധത്തിൽ ഭഗവതിയുടെ പിറന്നാള് ആഘോഷിക്കുന്നു. ക്ഷേത്ര ക്ഷേമസമിതി ഭാരവാഹി മുരളീധരൻ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ്, പഴയന്നൂർ.